ആള് മലപ്പുറം ജില്ലയിൽ തന്നെ ഉണ്ട് കേട്ടോ. എവിടേക്കും പോയിട്ടില്ല. ഇവിടെ തന്നെ പേരുണ്ട്. എന്താ നിങ്ങളുടെ പേരെന്താ പറഞ്ഞേ? സെയാഫ് ആണ് അല്ലേ? സിയാഫ്. നമ്മളെ ഷിഹാബ് ചോറ്റൂരില്ലേ, അദ്ദേഹത്തിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഡ്യൂപ്ലിക്കേറ്റ് അല്ല, അത് കറക്റ്റ് ഒറിജിനൽ ആണ്. ഇങ്ങോട്ട് നോക്കി, എന്തെങ്കിലും മാറ്റം കാണാത്ത അത് മൂപ്പര നടത്തൊക്കെ സെയിം തന്നെയാണ്. ഇതാണ് ഒറിജിനൽ അല്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? കറക്റ്റ് ഷിഹാബ് ചോട്ടൂന്റെ അതേ ഫേസ്, അതേ നടത്തം, അതേ ലുക്ക് നിൽക്കുന്നുണ്ട. അല്ല, നിങ്ങളോടെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വണ്ടിയിൽ പോകുന്ന ആളാണ്. നിങ്ങൾ സ്ഥലം എവിടെ? ഞാൻ കൊണ്ടോട്ടിയാണുള്ളത്. കൊണ്ടോട്ടി. എന്ത് ജോലി? ആ ബ്രെഡിന്റെ തന്നെ ബേക്കറി ബിസിനസ് ഒക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ നമ്മള് കടകളിലൊക്കെ സെയിൽ ചെയ്യുമ്പോഴൊക്കെ ഇതൊക്കെ തന്നെ വിഷയം. ഓരോരുത്തരെ വന്ന് കണ്ടിങ്ങനെ ചോദിക്കും, ഷിഹാബൊക്കെ ആരെങ്കിലും ആണോ, റിലേറ്റീവ്സ് ആരെങ്കിലും? എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, ബന്ധമൊന്നുമില്ല. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പൊ കുറെ ആളുകൾ നിങ്ങളെ കൂടെ വന്നാണ് സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട്. ഇപ്പൊ സെൽഫി ഒരുപാട് ആൾക്കാർ എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ഷിഹാബ് അല്ല കേട്ടോ, ഞാൻ ഷിഹാബൊക്കെയല്ല. അദ്ദേഹം ഇപ്പൊ നല്ല രീതിയിൽ ഇപ്പൊ മുന്നോട്ട് പോയി കണ്ടിരിക്കണം. ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടെങ്കിലും അതൊന്നും കുഴപ്പമില്ലാതെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മള് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. നിങ്ങളോട് ആദ്യമായിട്ട് ഷിഹാബ് ചോട്ടൂന്റെ ഒരു ചായ മുഖ ഫേസ് കട്ട് ഉണ്ട് ആദ്യമായിട്ട് പറഞ്ഞ ആളാരാ? അത് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് താടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വൈഫിന് ഇഷ്ടമല്ലായിരുന്നു താടിയൊന്നും. അപ്പോൾ താടി ട്രിം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ താടി ട്രിം ചെയ്തു. അങ്ങനെ വൈഫിനോട് പറഞ്ഞു, നിങ്ങൾ കാണാൻ ഷിഹാബ് ചോട്ടൂരിക്കയുടെ ലുക്ക് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ നിസ്കരിക്കാനൊക്കെ തൊപ്പിട്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ പറയും, ഇപ്പൊ ഓക്കെയാണ്, നിങ്ങള് ഷിഹാബൊക്കെ തന്നെയാണെന്നൊക്കെ എന്നോട് പറയും വൈഫേ. അപ്പൊ ഞാൻ അവള് കളിയാക്കി പറയാന്നൊക്കെ വിചാരിക്കും. അപ്പൊ പിന്നെ പുറത്തുനിന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞു. പിന്നെ അതിന്റെ ശേഷമാണ് ഓരോരുത്തർ ഇങ്ങനെ വന്ന് പറയുന്നത്, ഷിഹാബിക്കടെ ആരെങ്കിലും ആണോ, നിങ്ങൾ അവരായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്റെ വീട് എവിടെയാണ്? ഞാൻ കൊണ്ടോട്ടിയാണുള്ളത്. അപ്പൊ അങ്ങനെ ഒരുപാട് സെൽഫി ആയിട്ടും ചുരുക്കി പറയാൻ നിങ്ങളിപ്പോ വൈറലായി. വൈറലാവണം എന്നുള്ള ഉദ്ദേശത്തിലൊന്നും വന്നതല്ല. നമുക്ക് അങ്ങനത്തെ ആഗ്രഹം ഇല്ലാത്ത ഒരാളാണ്. എന്താ വെച്ചാല് അതല്ല, ഞങ്ങളിപ്പോ ഇതിപ്പോ സംബന്ധിച്ച് ഞങ്ങള് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ, ഇപ്പൊ 2 ദിവസം മുമ്പേ നമ്മൾ നോട്ട് ചെയ്തിക്കണേ, മൂപ്പര് ഇങ്ങനെ നമ്മളവിടെ ഇങ്ങനെ ഇരിക്കും. മൂപ്പര് ബ്രെഡിന്റെ ബിസിനസ്സാണ്, ഷോപ്പുകളിൽ ബ്രെഡ് സെയിൽ ചെയ്യുന്ന പരിപാടി അല്ലേ. അപ്പം ബ്രെഡ് ഇങ്ങനെ കൊടുത്താണ് ഇങ്ങനെ പോകും. അന്നേ ഞങ്ങൾക്ക് ഡൗട്ട് അടിച്ചിരിക്കണം. അപ്പൊ അന്നേ ഞങ്ങൾ മൂപ്പര് സ്കെച്ച് ചെയ്തതാണ്. ഇന്ന് പൊക്കി 3 ദിവസം മുമ്പ്. അപ്പം കറക്റ്റ് മൂപ്പര നടത്തൊക്കെ ഷിഹാബ് നടക്കണ അതേപോലെ തന്നെ നടത്തം കംപ്ലീറ്റ്. ഇപ്പൊ ബിസിയാണോ? അല്ല, ഇപ്പൊ എന്താ വെച്ചിട്ട് ഇപ്പൊ എല്ലാരും ഇങ്ങനെ പൊക്കുണ്ടാവല്ലോ. ഇപ്പൊ ഒരു യൂട്യൂബ് ചാനൽ വിളിച്ചിട്ടുണ്ട് കുന്നുപുറത്തുള്ള ടീം. അങ്ങനെ ഞാൻ പറഞ്ഞ ഇപ്പൊ ഒന്നിനും ഇല്ല. അപ്പൊ ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. ഷിഹാബിക്കാക്ക് അതുകൊണ്ടൊരു വിഷയങ്ങളും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മള് അവനെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലൊന്നും ഇല്ല. അങ്ങനെ ആ രീതിയിലൊന്നും അല്ല ഈ വീഡിയോസ്. നമ്മള് കണ്ടപ്പോഴേ ഞങ്ങൾക്ക് ഒരു കൗതുകം കണ്ടുകൊണ്ട് നമ്മള് വീഡിയോ ചെയ്യുമല്ലോ അല്ലെ. അതെ, ഒരുപാട് പേര് ഇപ്പൊ എവിടെ പോലെ കുന്നുംപുറത്തായാലും വേങ്ങര ആയാലും ഇപ്പൊ വെന്നീര് അവിടെയൊക്കെ ഓരോരുത്തരൊക്കെ പറയുന്നത് സെൽഫി എടുക്കില്ല. അതിന് ഭയങ്കര അട്രാക്ഷൻ തന്നെ. നിങ്ങളെ ഫേസ് മാത്രല്ല, നിങ്ങളെ നടത്തും ആ സെയിം. നിങ്ങൾ നടന്ന നിങ്ങൾ പോയിക്കോളി, വീഡിയോ കഴിഞ്ഞു പോയിക്കോളി. ആ നടത്തം കണ്ടില്ലേ? ആ കറക്റ്റ് നടത്താണ് സെയിം. ഷിഹാബ് നടക്കണ അതേപോലെ ഡ്രസ്സിങ്ങും ആ തൊപ്പിയൊക്കെ ഇട്ട് വന്നിട്ട് ഒരു മാറ്റമില്ല. അപ്പൊ അങ്ങനെ കണ്ടപ്പോ നമുക്കിങ്ങനെ തോന്നി.